പ്രസിഡന്റ് ശ്രീമതി ജെബി മേത്തർ MP, പ്രിയപ്പെട്ട AICC സെക്രട്ടറിമാരായ MLA ശ്രീ PC വിഷ്ണുനാഥ്, റോജിയം ജോൺ, MLA-മാരായ ശ്രീ സിദ്ദീഖ്, ശ്രീ അൻവർ സാദത്ത്, ശ്രീ VP സജീന്ദ്രൻ, മുൻ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ, ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയർത്തിക്കൊണ്ടാണ് വീട്ടമ്മമാർ കൂടിയായ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് അസംബ്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഈ സർക്കാർ ജനങ്ങളെ പൊറുതിമുട്ടിക്കുക. 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 1 പ്രാവശ്യം വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്നത്. അപ്പോൾ 6 മാസം മുമ്പ് ഒരു കുടുംബത്തിനുണ്ടായിരുന്ന ചെലവ് ഈ സർക്കാർ കാരണം ഒരു 10,000 രൂപയുടെ വർധനവാണ് ഒരു കുടുംബത്തിൽ, ഒരു ഇടത്തരം കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്ന വർഷം ഇതാണ്. കൃഷിയിടങ്ങളും കിടപ്പാടങ്ങളും എല്ലാം ജപ്തി ചെയ്യപ്പെടുകയാണ്. വിലക്കയറ്റം രൂക്ഷമാണ്. പരിയുടെ വിലയെക്കുറിച്ച് ജബിയുടെ സൂചിപ്പിച്ചു. എലികോലിലെ വിതരണക്കാർക്ക് സർക്കാർ പണം കൊടുത്തിട്ടില്ല. 5 മാസമായി ഭിന്നശേഷിക്കാർക്ക്, വിധവകൾക്ക്, അഗതികൾക്ക്, വൃദ്ധരായ ആളുകൾക്ക് ഇതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചിരുന്നവർ, ഇതുകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നവർ, ഈ പാവപ്പെട്ടവർക്കൊന്നും പെൻഷൻ കൊടുക്കുന്നില്ല. സർക്കാർ ധൂർത്തും അഴിമതിയാണ്. കേരളീയം നടത്തിയും നവകേരള സദസ് നടത്തിയും ആർഭാട സദസ്സുകൾ നടത്തിയും ഈ സംസ്ഥാനത്തെ കൊള്ള ചെയ്തുകൊണ്ടുള്ള അഴിമതികൾ നടത്തിയും അവരിങ്ങനെ ധൂർത്ത് നടത്തി ആറാടുകയാണ് യഥാർത്ഥത്തിൽ. എന്നിട്ട് ഇവരെ ഞങ്ങൾ ചോദിച്ചു ഇന്ന് നിയമസഭയിൽ, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ഈ സർക്കാരിന്റെ മുൻഗണന എന്താണ്? നിങ്ങൾ ഈ പാവപ്പെട്ട 50 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്, ഉച്ചഭക്ഷണത്തിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്, പണം കൊടുക്കാത്തത് നിങ്ങളുടെ മുൻഗണനയിലുണ്ടോ? മുൻഗണനയിൽ കേരളീയവും നവകേരള സദസ്സും ഊർത്തും ആർഭാടവുമാണ്. ജീവിക്കാൻ പ്രയാസപ്പെടുകയാണ് പാവപ്പെട്ട മനുഷ്യൻ. പാവപ്പെട്ട ആ വീട്ടമ്മമാരുടെ സങ്കടമാണ് മഹിളാ കോൺഗ്രസ് ഈ അസംബ്ലി മാർച്ചിലൂടെ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ച, തകർന്ന തറവാട് പോലെയാക്കിയ ഈ സർക്കാരിനെതിരായ നമ്മുടെ അതിശക്തമായ പ്രതിഷേധം വീട്ടമ്മമാരുടെ മുഴുവൻ പ്രതിഷേധമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.